സ്ഥാപിക്കുകയെന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങളിൽ ഒന്നാണെന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. വത്തിക്കാൻ ആശ്രിതരുടെ കുട്ടികൾക്കായി കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിൽ ഒരുക്കിയ വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. വത്തിക്കാന്റെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആശ്രിതരുടെ മക്കൾക്കായി ഒരുക്കിയ കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിൽ അതിഥിയായി ഫ്രാൻസിസ് പാപ്പ എത്തി. സംഘാടകർക്കും കുട്ടികൾക്കും ഏതാനും രക്ഷകർത്താക്കൾക്കുമൊപ്പം പ്രാർത്ഥിച്ചും സംവദിച്ചും സമയം ചെലവഴിച്ച പാപ്പ തന്റെ ബാല്യകാല സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിലാണ് പരിപാടി നടന്നത്. സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുകളുണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കണമെന്നും ഒരിക്കലും സംഘർഷ മനോഭാവത്തോടെ ഉറങ്ങാൻ പോകരുതെന്നും പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. കുട്ടികളുമായി സംവദിച്ച പാപ്പ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകി. ചെറുപ്പത്തിൽ പാപ്പയ്ക്ക് പ്രിയപ്പെട്ട പോരാളികൾ ആരായിരുന്നുവെന്ന ഒരു കുട്ടിയുടെ ചോദ്യത്തിന് അവർ തന്റെ മാതാപിതാക്കളായിരുന്നുവെന്ന് മറുപടി നൽകി. താൻ തന്റെ മാതൃവഴികളിലൂടെ മുത്തച്ഛി മുത്തച്ഛന്മാരുടെ കൂടെ സമയം ചെലവഴിച്ചിരുന്ന കാര്യവും കുട്ടികൾ മുത്തച്ഛി മുത്തച്ഛന്മാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ അവരിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചെന്ന കാര്യവും പ്രത്യേകം എടുത്തു പറഞ്ഞു. 2025 ആഘോഷിക്കപ്പെടുന്ന ജൂബിലി വർഷത്തിനായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന ചോദ്യത്തിന് മറുപടി പറയവേ ജൂബിലി എന്നത് സന്തോഷമെന്ന വാക്കിൽ നിന്നാണ് വരുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ വേണം ജൂബിലിക്കായി ഒരുങ്ങേണ്ടതെന്നും എന്നാൽ ഇതിന് വിനോദ കലാപരിപാടികളിൽ ഏർപ്പെടുക എന്ന അർത്ഥമില്ലെന്നും എല്ലാ വിനോദ പരിപാടികളും നല്ലതാകണമെന്നില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിന്റെ അവസാനത്തിൽ ക്യാമ്പിൽ സംബന്ധിച്ച എല്ലാ കുട്ടികൾക്കുമൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഫ്രാൻസിസ് പാപ്പ അവർക്കൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി. കുട്ടികൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെന്ന സന്ദേശവും ബലൂണുകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ചേർസ് ഡെസ്ക്, ഷെക്കനായ് ന്യൂസ്.